ഹരിത മീഡിയയിലേക്ക് സ്വാഗതം. കോന്നി മേഖലയിലെ കോന്നി താഴം ശുദ്ധജല പദ്ധതിയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങളൊന്ന് പറയുകയാണ്. 2012 തോന്നുന്നത് അത് പദ്ധതി കമ്മീഷൻ ചെയ്തത്. പക്ഷേ അന്നത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അത് വളരെ കുറച്ച് ഉപഭോക്താക്കൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ കോന്നി മേഖലയിലുള്ള ആൾക്കാർക്ക് ശുദ്ധജലം മുടക്കം കൂടാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പദ്ധതിയായിരുന്നത്. അന്ന് ആ മേഖലകളിലെല്ലാം ശുദ്ധജലത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കോന്നി താഴം, പൈനാമണ്ണ്, അട്ടച്ചാക്കൽ, ആഞ്ഞിലികുന്ന്, അതുപോലെ താവളപ്പാറ, പെരിഞ്ഞൊട്ടയ്ക്കൽ, കൊന്നപ്പാറ, അതുമുകുളം, ആവലിക്കുഴി, അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കുറേ സ്ഥലങ്ങൾ ഇനിയുണ്ട് സ്ഥലങ്ങൾ. അവയെല്ലാം ഉൾപ്പെടുത്തി അവിടുത്തെ ഉപഭോക്താക്കൾക്ക്, വാട്ടർ അതോറിറ്റിയുടെ ഉപഭോക്താക്കൾക്ക് വെള്ളം കിട്ടുവാൻ വേണ്ടി, മുടക്കം കൂടാതെ കിട്ടുവാൻ വേണ്ടിയിട്ട് അന്ന് സ്ഥാപിച്ച ഒരു ചെറിയ ശുദ്ധജല പദ്ധതിയായിരുന്നു കോന്നിത്താഴം ശുദ്ധജല പദ്ധതി. കാലങ്ങൾ കടന്നു പോയതനുസരിച്ച് ഓരോ വാർഡ് മെമ്പർമാരുമൊക്കെ വരുന്ന സമയത്ത് അവരുടെയൊക്കെ വാർഡുകളിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ വന്ന സമയത്ത് ഈ കണക്ഷനിൽ നിന്ന് അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി. എനിക്കത് തണ്ണിത്തോട് പഞ്ചായത്തിൻ്റെ കുറേ ഭാഗങ്ങളിൽ എലുമുള്ളും പ്ലാക്കൽ അത് ആ ഏരിയയിൽ വരെ ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അതുപോലെ മലയാളപ്പുഴ പഞ്ചായത്തിലോട്ട്. ഓർക്കണം, കോന്നി താഴം മേഖലയിലുള്ള ആൾക്കാർക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു പദ്ധതിയായിരുന്നത്. അത് പോയി ഇപ്പോൾ മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ കുറേ ഭാഗങ്ങളിൽ കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള മോട്ടറുകൾ, ട്രാൻസ്ഫോമർ, ഇതൊന്നും ഇത്രയും ഉപഭോക്താക്കൾക്ക് വെള്ളം മുടക്കം കൂടാതെ കൊടുക്കാൻ സാധിക്കുന്ന മോട്ടറുകളല്ല. എന്നുവെച്ചാൽ അന്ന് വെച്ചിരുന്ന ചെറിയ മോട്ടറാണ്. അന്നുള്ള ഉപഭോക്താക്കളുടെ എണ്ണം അനുസരിച്ചുള്ളൊരു ചെറിയ പദ്ധതി. അതിനകത്തുള്ള ചെറിയൊരു മോട്ടറും ട്രാൻസ്ഫോമറും ഒക്കെ ആയിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഉപഭോക്താക്കൾ കൂടിയപ്പോൾ, അതുപോലെ ഇപ്പം എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എത്തിയിട്ടുണ്ടല്ലോ. ജലജീവൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും വാട്ടർ കണക്ഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉപഭോക്താക്കൾ ഗണ്യമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പം ഈ പഴയ ആ ചെറിയ മോട്ടറും ആ ചെറിയ ട്രാൻസ്ഫോമറും കൊണ്ടൊന്നും ഈ മേഖലയിലെങ്ങും വെള്ളം എത്തിക്കുവാനെ കൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് സാധിക്കത്തില്ല. നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മേഖലയിൽ വെള്ളം കിട്ടാതെ വരുന്ന സമയത്ത് കിട്ടുന്നില്ല എന്നുള്ള പരാതി വാട്ടർ അതോറിറ്റിയിൽ അറിയിക്കുകയും അതുപോലെ വാൽവ് ഓപ്പറേറ്ററെ തടഞ്ഞു വെക്കുകയും അവരെ തെറി പറയുകയൊക്കെയാണ് അതായത് നമ്മളൊക്കെ ചെയ്യുന്നത്. അത് അവിടെയല്ല പ്രശ്നങ്ങൾ. സത്യത്തിൽ ഇത്രയും ചെറിയൊരു മോട്ടറും ട്രാൻസ്ഫോമറും ഒക്കെ വെച്ചുകൊണ്ട് ഇത്രയും മേഖല